അങ്ങനെ ഒരു വിഷുക്കാലം കൂടെ കഴിഞ്ഞു അല്ലേ. സംഭവം ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ വിഷു അടിപൊളിയായിരുന്നു. ഫാമിലിയും ഫ്രണ്ട്സും പടക്കം പൊട്ടിക്കലും എല്ലാം കൂടി ആയിട്ട് ജഗപുകയായിരുന്നു. 13th എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ വിഷു ആഘോഷം. അപ്പോൾ 12th തന്നെ എല്ലാവരും ജോയിൻ ചെയ്ത് നമ്മൾ അന്ന് ഫുൾ അടിപൊളിയാക്കി മാങ്ങയൊക്കെ പറിച്ച് കനാലിൽ പോയി. ചില മൊമെൻറ്റ്സ് ഒക്കെ നമ്മളുടെ മനസ്സിലാണ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ വിഷ്വൽസ് നിങ്ങൾക്ക് മിസ്സാവും. പക്ഷേ ഏറെക്കുറെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പടക്കം പൊട്ടിക്കുക എന്ന് പറയുന്ന ഒരു ചില്ലറ കളിയല്ല, എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ കമ്പിത്തിരി മാത്രമേ ഇതാക്കുള്ളൂ. സെക്കൻഡ് ഡേ അമലിൻ്റെ വീട്ടിലായിരുന്നു. അന്ന് എല്ലാവരും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു, അമ്മമ്മ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും മക്കളും മാമൻ്റെ മക്കളും പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അമൽ കുറേ വർഷമായി ഇങ്ങനെ ആഘോഷിക്കാത്തത്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ആ സങ്കടം അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആൾ നല്ലോണം ആഘോഷിച്ചു. പിന്നെ രാത്രി ഒരു മൂവി നൈറ്റൊക്കെ കണ്ടു. അത് പ്രേതപ്പടം തന്നെ കണ്ട് ലാസ്റ്റ് എല്ലാവരും ഒരുമിച്ച് കിടന്ന് ഉറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.